നമസ്തേ. മക്കൾ നന്നായി വളരണമെങ്കിൽ രക്ഷിതാക്കൾ നന്നായിരിക്കണം. അവർ ചൊല്ലി വളർത്തുന്നത് പോലെയാണല്ലോ മക്കൾ വളരുന്നത്. വളർത്തുദോഷം എന്നത് ഒരു മഹാദോഷം തന്നെയാണ്. വളർന്നു വലുതാവുമ്പോൾ മക്കൾ കാട്ടുന്ന നന്ദികേടും ക്രൂരതയും സ്വാർത്ഥതയും ആക്രാന്തവും ഒക്കെ മുഖമുദ്രയായിട്ടുള്ള ഒരുവൻ മക്കളിലേക്കും അത് തന്നെ പകർന്നു നൽകാൻ ശ്രമിക്കും. അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. രക്ഷിതാക്കൾ നന്നായില്ലെങ്കിൽ മക്കൾ നന്നാവാൻ ബുദ്ധിമുട്ടാണ്. നല്ല രക്ഷിതാക്കളാകണമെങ്കിൽ അവർ ആദ്യം നല്ല മനുഷ്യരാകണം. നാം നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ അവർക്ക് അത് നേട്ടമാവുകയുള്ളൂ. നാം അവർക്ക് മാതൃകയാവുക തന്നെ വേണം. നമ്മുടെ ആഗ്രഹങ്ങൾ സ്വാർത്ഥതയിൽ നിന്നും ഉടലെടുത്തതാണ്. പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് നാം ചിന്തിക്കാറേയില്ല. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ഒരു കൃഷിക്കാരൻ എന്തിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക? നല്ലതുപോലെ മഴ പെയ്യാനല്ലേ ഒരു കൃഷിക്കാരൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒരു കലമുണ്ടാക്കുന്നവൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും? ഇന്ന് നല്ല വെയിലുണ്ടാവണേ എന്നായിരിക്കില്ലേ അവൻ്റെ പ്രാർത്ഥന. അതുപോലെ ഒരു ശവപ്പെട്ടിക്കാരൻ ഇന്ന് കൂടുതൽ ശവപ്പെട്ടി വിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ദീർഘായുസ്സിനു വേണ്ടിയും നല്ല ആരോഗ്യം തരണമേ എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കില്ലേ ഉണ്ടാവുന്നത്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ പ്രകടമാക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം സഫലമായ പ്രകൃതിയുടെ താളം തന്നെ നഷ്ടമാകില്ലേ? ഈശ്വരൻ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അതുപോലെ നടക്കൂ, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. എന്നാൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അത് തിരുത്തി ഉത്സാഹത്തോടെ മുന്നോട്ട് കുതിക്കണം. അത് വീണ്ടും വീഴാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കാൻ വേണ്ടിയാണ്. ആ കരുതലാണ് കഴിഞ്ഞതെല്ലാം ഒരു ക്യാൻസൽ ചെക്കായി കാണണം. അവയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് യാതൊരു ഫലവുമില്ല. മുറിവ് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? സമയത്തിന് മരുന്ന് വെക്കുകയല്ലേ വേണ്ടത്. ഇത് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരാളും ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോവുകയുമില്ല. ഇതെല്ലാം ഇടയ്ക്കുണ്ടാകുന്ന ഉണ്ടാകുന്നതും നഷ്ടമാകുന്നതുമാണ്. അത്രമാത്രം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് തളരേണ്ടി വരില്ല. മനസ്സിൻ്റെ ശക്തിയാണ് യഥാർത്ഥ സ്വത്ത്. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിന് ഈശ്വരനെ മുറുകെ പിടിക്കുക. തേനിന് മധുരമുണ്ടെന്ന് കേട്ടറിവുണ്ട്. എന്നാൽ നാവ് കൊണ്ട് രുചിക്കുമ്പോൾ മാത്രമേ മധുരം അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ബുദ്ധിയിൽ കിട്ടിയ അറിവിനെ ഹൃദയവുമായി ബന്ധിപ്പിക്കണം. അവിടെയാണ് അനുഭവം. ബുദ്ധിയും ഹൃദയവും ഒന്നാകുന്ന ഒരു ഘട്ടം വരും. ആ അവസ്ഥയെ വാക്കാൽ വിവരിക്കാൻ പറ്റില്ല. അത് അനുഭൂതിയാണ്. അതിനുവേണ്ടി
എല്ലാ പുസ്തകങ്ങളും വായിക്കണമെന്നില്ല. ഈശ്വരനെ മാത്രം, അത് മാത്രമെന്ന് ബോധ്യപ്പെട്ടാൽ മതി. പിന്നെ അവിടുത്തെ എപ്പോഴും സ്മരിക്കുകയും വേണം. ഹൃദയം ശുദ്ധമാക്കുക. സകല ചരാചരങ്ങളിലും ഈശ്വരനെ അറിയിച്ച് എല്ലാവരോടും സ്നേഹം പുലർത്തുക. മറ്റൊന്നും നാം ചെയ്യേണ്ടതില്ല. വേണ്ടതെല്ലാം താനെ വന്നു ചേരും. എല്ലാവരോടും കരുണയുള്ളവരാവുക. കഷ്ടത അനുഭവിക്കുന്നവരോട് നമുക്ക് തോന്നുന്ന കാരുണ്യം നമ്മൾ ആത്മീയ പാതയിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. മറ്റുള്ളവരുടെ വേദനയിൽ ഉണ്ടാകുന്ന സഹതാപമല്ല, അവർക്ക് ആശ്വാസം പകരാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനമാണ് യഥാർത്ഥ കാരുണ്യം. ആരുടെയെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ട് അവരെ വിലയിരുത്തുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് നമ്മൾ അസന്തുഷ്ടരാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതോടെ നമ്മൾ സന്തുഷ്ടരാകുന്നു. എല്ലാവരെയും കാരുണ്യമുള്ളവരാകുമ്പോൾ എല്ലാവരോടും നമുക്ക് കാരുണ്യമാണ് ഉണ്ടാവേണ്ടത്. ആ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്. നമ്മുടെ കൈ പൊള്ളുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുക്കാൻ നമുക്ക് ആവേശമുണ്ടാവും. ആ ആവേശത്തേക്കാൾ അതേ ആവേശത്തോടെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാനും നമുക്ക് കഴിയണം. മറ്റുള്ളവരോട് എളിമയോടെ പെരുമാറുന്നത് ദുർബലതയല്ല. ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോഴും അഹംഭാവത്തോടെ പെരുമാറുമ്പോഴും അതിനനുസരിച്ച് നമ്മളിലെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എളിയവനാകാൻ ആർക്കും ആഗ്രഹമില്ല. മിഥ്യയായ കാര്യത്തിൽ അഭിമാനമുള്ളത് കൊണ്ടാണ് നമുക്ക് വിനയമില്ലാത്തത്. ഞാനെന്നുള്ള ഭാവം കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു രൂപമാണ് നമ്മുടെ ഈ ശരീരം. അഹംബുദ്ധിയും കാമക്രോധവും കൊണ്ട് മലിനപ്പെട്ട ഒരു ശരീരമാണ് നമ്മുടേത്. അതിനെ ശുദ്ധീകരിക്കുന്നതിന് ഒരു വഴിയേ ഉള്ളൂ: വിനയവും എളിമയും വളർത്തുക. അഹങ്കാരത്തെ കളയുന്നതിന് വേണ്ടി മറ്റുള്ളവരെ നമസ്കരിക്കാൻ തയ്യാറാവുക. വിനയം നമ്മെ ഉയർത്തും. ഈ ഒരു ഗുണം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.